ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിലീസായ ഒരു ജാപ്പനീസ് ബി എൽ സീരീസാണ്. അവർ യൂത്ത് എന്നാണ് ഈ ഒരു ബി എൽ സീരീസിൻ്റെ പേര്. സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന രണ്ട് പയ്യന്മാർ, രണ്ടുപേരുടെ ലൈഫ് ഒത്തിരി ഡിഫറൻ്റ് ആണ്. ഒരിക്കലും ഒത്തുപോകാത്ത രണ്ടുപേര്. എന്നാലും അവർ രണ്ടുപേരും സിറ്റുവേഷൻസ് കാരണം ഒരുമിച്ചാവുന്നു, പരസ്പരം ഫീലിങ്സ് തോന്നുന്നു, പിന്നീട് ലൈഫിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അതിലൂടെയൊക്കെ തന്നെ അവർ കടന്നു പോകുന്നു. അതൊക്കെ കാണിക്കുന്ന ഒരു അടിപൊളി സീരീസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹീറോ ആയിട്ടുള്ള ജിന്നിനെയാണ് കാണിക്കുന്നത്. ജിന്നിപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ മനസ്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുന്ന സമയത്ത് പരസ്പരം ലെറ്റേഴ്സ് എഴുതാമെന്ന് പറഞ്ഞതല്ലേ. പക്ഷേ ഞാനിപ്പോൾ ലെറ്റർ എഴുതിയാലും തിരിച്ചൊരു റിപ്ലൈ വരത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ അയക്കുന്ന ലെറ്റർ ചിലപ്പോൾ നിൻ്റെ കയ്യിൽ എത്തത്തുപോലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ അയക്കുന്ന ലെറ്ററിന് ഒരു റിപ്ലൈ തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ അടുത്ത് ഒരു കാര്യം മാത്രമാണ് ആ ലെറ്ററിലൂടെ പറയാനുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് അവൻ്റെ ലൈഫിൽ സംഭവിച്ച ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു കഥയുടെ തുടക്കം അവൻ്റെ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി തുടങ്ങുന്നതാണ്. നമ്മളെ നേരെ ആ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ജിന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈം. സ്കൂളിലെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ ഫൈനൽ ഇയറിലോട്ടൊക്കെ എത്തുന്ന ആ ഒരു സമയം. പുതിയൊരു വർഷം സ്റ്റാർട്ടായിരിക്കുകയാണ്. ക്ലാസ്സിൽ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ആ ടൈമിന് ക്ലാസ്സിലൊരു പെൺകുട്ടിയെല്ലാം അവനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കോളേജിലോട്ടൊക്കെ പോകാനുള്ളതല്ലേ. നീ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ സ്കൂളിൽ കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് ആവാൻ പറ്റും. അത് കോളേജ് അഡ്മിഷന് നല്ലൊരു റാങ്ക് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചിന്നും ആ ഓക്കെ എന്നൊക്കെ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ക്ലാസ്സിലാണെങ്കിൽ അന്ന് അവർക്ക് ക്ലീനിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിന്നാണെങ്കിൽ വേസ്റ്റൊക്കെ കൊണ്ടിടാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവരുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഹിറൂക്കവ ഹാരൂക്കി എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനെ കാണിക്കുന്നത്. നമുക്ക് അവനെ സിമ്പിളായിട്ട് ഹാരു എന്നങ്ങ് വിളിക്കാം. ഹാരു ആണെങ്കിൽ അവൻ്റെ സ്കൂളിൽ തന്നെയുള്ള ഒരു സാറിൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തും പോലെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും അവൻ സാറിന് എന്തോ ചെയ്യുവാണെന്ന് ജിന്നിന് തോന്നുന്നുണ്ട്. ജിന്ന ആ സമയം മനസ്സിൽ പറയുന്നുണ്ട്, ഈ ലോകത്ത് 3 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. 1 മോശം കാര്യങ്ങൾ ചെയ്യുന്നവർ, 2 ആ മോശം കാര്യങ്ങൾക്ക് ഇരയായി മാറുന്നവർ, 3 ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നവർ. അങ്ങനെ അതെല്ലാം ഇങ്ങനെ ജിന്നാണെങ്കിൽ മനസ്സിൽ പറഞ്ഞ ശേഷം ടീച്ചറിനെ ഹാരു എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കാര്യം തടയാൻ നിൽക്കാതെ അവൻ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് അവൻ കൈ കഴുകുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് ഹാരു വന്നിട്ട് അവൻ്റെ കൈ കഴുകുന്നുണ്ട്. എന്നാൽ ഹാരു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിൽ വെള്ളം വരുന്ന ആ ഒരു ഭാഗം അത് തിരിച്ചു വെച്ചിട്ട് അവൻ്റെ കൈ കൊണ്ട് മൂടിയ ശേഷം അവനാണെങ്കിൽ ആ വെള്ളം തെറിപ്പിക്കുകയാണ്. ആ ടൈമിന് അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്തും മുടിയിലൊക്കെ ആയിട്ട് വെള്ളം ആവുന്നുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ജിന്നാണെങ്കിൽ ഇവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഹാരു ആണെങ്കിൽ ജിന്നിനെ ആ സമയത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറേ ദിവസം കഴിയുമ്പോൾ ഇവർക്ക് ആ ഒരു ഇയറിൽ നടന്ന ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ജിന്നിനാണെങ്കിൽ 3-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ടിന് 4-ാമത്തെ സ്ഥാനവും മറ്റൊരു ഫ്രണ്ടിന് 10-ാമത്തെ സ്ഥാനമൊക്കെ കിട്ടുവാണ്. അപ്പോൾ ആ സമയം ആ ഫ്രണ്ടാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ മുന്നിൽ കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ റിസൾട്ട് നോക്കിയിട്ട് നടന്നു പോകുന്നുണ്ട്. അതേ ടൈമിന് തന്നെ ഹാരുവും അവൻ്റെ ഫ്രണ്ടും അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഹാരു ആണെങ്കിൽ ജിന്നിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒത്തിരി മാസം കടന്നു പോകുന്നുണ്ട്. നേരത്തെ അവർ പഠിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഫൈനൽ ഇയറിലേക്ക് എത്തുന്ന മുമ്പുള്ള വർഷമായിരുന്നു. ഇതിപ്പോൾ അവരുടെ ഫൈനൽ ഇയറിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഹാരുവും അവൻ്റെ ഫ്രണ്ടും വരുന്ന സമയത്ത് ഹാരുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നമ്മൾ അന്ന് കണ്ട പെൺകുട്ടിയില്ലേ, അവൾക്ക് നിന്നെ വീണ്ടും കാണണമെന്ന് പറഞ്ഞു, നിന്നെ മാത്രം, അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്, നിൻ്റെ അടുത്ത് അവളത് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഹാരു അതിന് മറുപടി കൊടുക്കുന്നില്ല. അവർ രണ്ടുപേരും ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ജിന്നൊക്കെ ഇപ്പോൾ ഓൾറെഡി ക്ലാസ്സിലുണ്ടായിരുന്നു. ടീച്ചർ അതിനുശേഷം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ഹാരുവിനെ പറ്റി പറയുവാണെങ്കിൽ അവൻ ഒട്ടും തന്നെ പഠിക്കുന്ന ഒരു പയ്യനല്ല. അവൻ ഈ ക്ലാസ് എന്നൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് പേന ഉപയോഗിച്ച് അവൻ്റെ ബുക്കിലിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ ടീച്ചറാണെങ്കിൽ അവൻ്റെ അടുത്ത് അത് വരയ്ക്കുന്നത് നിർത്ത്, ആ ഒരു സൗണ്ട് ഡിസ്ട്രാക്ഷൻ ആവുന്നുണ്ടെന്ന് പറയാണ്. ടീച്ചർ ഭയങ്കര കൂളായിട്ട് തന്നെയാണ് പറയുന്നത്. ആ സമയം ഹാരു അത് നിർത്തുന്നുണ്ട്. ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ എന്നും ക്ലാസ്സിലൊന്നും ഉണ്ടാകത്തില്ല, വല്ലപ്പോഴും ക്ലാസ്സിലുണ്ടായ അങ്ങനെ ഒരു പയ്യനാണ്. അവൻ്റെ കൂടെ നടക്കുന്ന അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഹാരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ അവനും കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. കാരണം അവനും പഠിത്തം എന്ന് പറയുന്നത് അത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതേസമയം ജിന്നിൻ്റെ ഫ്രണ്ട്സ്, അവരുടെ പേരെന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് കെൻറ്റോ, അടുത്ത ആളുടെ പേര് ജോർജ്. ഹാരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാണുമ്പോൾ ജോർജ് ആണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നോക്കാതെ ജിന്നിൻ്റെ അടുത്തും കെൻറ്റോയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, ഹാരു എപ്പോഴും എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്, ഒട്ടും പഠിക്കാത്ത ഇവൻ എന്തിനാണ് ഇപ്പോഴും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതെന്നൊക്കെ. ആ സമയം കെൻറ്റോ ആണെങ്കിൽ എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അതേസമയം ജോർജ് ആണെങ്കിൽ അവനല്ലേ ലാസ്റ്റ് ഇയർ ഏതോ ഒരു ടീച്ചറിനെ പിടിച്ച് അടിക്കാനൊക്കെ നോക്കിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അത് ഞാൻ നേരിട്ട് കണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഇത് കണ്ടിട്ട് കെൻഡോയും ജോർജും അവനെ കണ്ട ആരെങ്കിലും കൊല്ലൂ എന്നൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജിന്നപ്പം ആ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ചിലപ്പോൾ കൊന്നേക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടീച്ചർ തിരിച്ച് സീറ്റിൽ ചെന്നിരിക്കാൻ പറയുന്നതുകൊണ്ട് തന്നെ ജോർജ് അവൻ്റെ സീറ്റിൽ ചെന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചിങ്ങനെ നടന്നു പോകുന്ന ടൈമിന് ട്യൂഷന് വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് പോകുന്നത്. ആ സമയം ജോർജ് എനിക്ക് ഡേറ്റിനൊന്നും പോകണമെങ്കിൽ ഞാൻ നിങ്ങളോട് ട്യൂഷന് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നിന് വേറെ വഴിയാണ് പോവേണ്ടത്, ജോർജിനും കെൻഡോയ്ക്കും ഒരുമിച്ച് വേറൊരു വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബായ് പറഞ്ഞിട്ട് അവരവിടെ വെച്ച് ഇങ്ങനെ പിരിയുന്നുണ്ട്. അങ്ങനെ ജിന്ന് നടന്നു പോകുന്ന ടൈമിന് അവൻ്റെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. അവൻ്റെ അമ്മ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അവൻ്റെ അച്ഛനാണെങ്കിൽ ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനും വേറെ സ്ഥലത്താണ്, ഇവനാണെങ്കിൽ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ജിൻ ഒറ്റയ്ക്ക് ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ അവൻ്റെ അമ്മ കോൾ ചെയ്യുന്നതും അവൻ്റെ അമ്മ പറയുന്നുണ്ട് ഞായറാഴ്ച നമുക്കെല്ലാവർക്കും ഫാമിലിയായിട്ട് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നാൽ വരാൻ പറ്റത്തില്ല എന്ന്. ആ സമയം അമ്മ ബിസിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല ബിസി, നിൻ്റെ അച്ഛനാണ് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. അച്ഛനും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ അമേരിക്കയിൽ നിന്ന് അങ്ങ് വരെ വരണ്ടേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ കുഴപ്പമില്ല, അമ്മ വെറുതെ ട്രാവൽ ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ആരോ എടുത്തിട്ട് അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് ഫോണിൽ വഴി അവൻ്റെ അമ്മയും കേട്ടിട്ട് എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജിന്ന് പതുക്കെ അങ്ങോട്ടേക്ക് നോക്കുവാണ്. നോക്കുമ്പോൾ അതാണെങ്കിൽ ഹാരുവിൻ്റെ വീടായിരുന്നു. ഹാരുവിൻ്റെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അവനായിട്ട് അടിക്കുന്നതായിരുന്നു. അങ്ങനെ ജിന്നാണെങ്കിൽ കോളിലൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു അടി നടക്കുന്ന കാര്യം ശ്രദ്ധിക്കുകയാണ്. ഹാരുവിൻ്റെ അച്ഛൻ അവനെ അടിച്ചതിന് ശേഷം വീട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയം ജിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ താഴെ കിടക്കുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ് അവൻ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. ആ സമയം ഹാരു എഴുന്നേറ്റ് വന്നിട്ട് ആ ഒരു സിഗരറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ശേഷം ഇപ്പം കണ്ട കാര്യം ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ജിന്നാണെങ്കിൽ നൈറ്റ് അവൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ അവനാണെങ്കിൽ ഇന്നിങ്ങനെ അടി നടക്കുന്ന കണ്ടിട്ടും തടയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ വയലൻസ് നടക്കുമ്പോൾ എങ്ങനെ തടയാമെന്നൊക്കെ അവനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ടീച്ചറാണെങ്കിൽ ഹാരുവിനെ പിടിച്ച് നിർത്തിയിട്ട് ഇത് നിൻ്റെ സിഗരറ്റ് അല്ലേ, നീ ആയിരിക്കുമല്ലോ ഈ സിഗരറ്റ് യൂസ് ചെയ്തത്, അല്ലാതെ വേറെ ആരും സിഗരറ്റ് യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ, ഇതെനിക്ക് ഡസ്റ്റ്ബിന്നിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം ഹാരുവിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹാരു അത് എതിർക്കുന്നുമില്ല. ആ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ജിന്നും അവൻ്റെ ഫ്രണ്ട്സും വരുന്നത്. ജിന്ന് വരുമ്പോഴത്തേക്കും ആ ഒരു സിഗരറ്റ് പാക്കറ്റ് അവൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹാരുവിൻ്റെ വീട്ടിൽ അടി നടക്കുന്ന സമയത്ത് ജിന്ന് അങ്ങോട്ടേക്ക് വന്നപ്പോൾ എടുത്ത ആ ഒരു സിഗരറ്റ് പാക്കറ്റ്, ആ പാക്കറ്റിലെ കമ്പനിയും ഇപ്പോൾ ടീച്ചർ എടുത്ത് കാണിക്കുന്ന ആ ഒരു സിഗരറ്റിൻ്റെ കമ്പനിയും വേറെ വേറെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ ഹാരുവിൻ്റെ ആയിരിക്കത്തില്ല, അത് അവൻ വലിച്ച സിഗരറ്റ് ആയിരിക്കത്തില്ല എന്ന് കരുതിയിട്ട് ജിന്ന് അത് ടീച്ചറിനോട് പറയാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ടീച്ചറാണെങ്കിൽ നീ അവൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, നീയാണെങ്കിൽ ഹാരുവുമായിട്ട് ഇടപെട്ടിട്ട് മോശം കുട്ടിയാവാൻ പാടില്ല ജിൻ, നീ പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹാരുവും ജിന്നിനെ നോക്കുന്നുണ്ട്. എന്നാൽ ജിന്നിനാണെങ്കിൽ തിരിച്ച് വീണ്ടും ടീച്ചറിൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ജിന്ന് അവൻ്റെ ഫ്രണ്ട്സിനോട് റൂഫ് ടോപ്പിൽ പോയിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അവിടെ ഒത്തിരി പിള്ളേർ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ചെന്നിരിക്കുന്ന ടൈമിന് അവൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ ഇങ്ങനെ വെറുതെ ഹാരുവുമായിട്ട് ഇങ്ങനെ കൂടാനൊന്നും പോകല്ലേ, അവനൊരു മോശം പയ്യനുമാണ്, അവനുമായിട്ട് മിണ്ടാൻ പോയിലും പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല, എന്തെങ്കിലും നഷ്ടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന്. അതിനുശേഷം അവർ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്കിനി നന്നായിട്ട് പഠിക്കണം, നമ്മുടെ ഫൈനൽ ഇയറിലല്ലേ, നമുക്കിന്ന് കഫേയിലൊക്കെ പോയിരുന്ന് പഠിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോർജ് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഡേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവനെപ്പോഴും ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് ഡേറ്റിന് പോയിക്കൊണ്ടിരിക്കും. അടുത്തേക്ക് എൻ്റെ ഒരു അടുത്ത് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ഫാമിലിയിലൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ട് തന്നെ അന്ന് ഒരുമിച്ച് പഠിക്കാനുള്ള പ്ലാൻ അവർ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ജിന്ന് ഫുഡ് എന്തോ വാങ്ങിച്ചിട്ട് തിരിച്ച് വരുന്നതാണ്. ആ സമയം താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു വെള്ളമൊക്കെ ഒഴുകിയിട്ട് ഒരു ആറ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെയായിട്ട് തന്നെ ഇരിക്കാനായിട്ടുള്ളൊരു ഏരിയ പോലെയുണ്ട്. അപ്പോൾ അവനിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ബെഞ്ചിലായിട്ട് ഹാരു കിടക്കുന്ന കാണുകയാണ്. അങ്ങനെ അവൻ നേരെ ഹാരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഹാരുവിൻ്റെ അച്ഛൻ അന്ന് അവൻ അടിച്ചെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അവൻ വന്ന് അവിടെ കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ജിന്നിനെ കാണുന്നതും ഹാരു ചോദിക്കുന്നുണ്ട് നീ ഇവിടെയാണോ താമസിക്കുന്നത്, നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റിച്ചായിട്ടുള്ളൊരു പയ്യനെ പോലെ ഉണ്ടല്ലോ, നീ ശരിക്കും റിച്ചായിട്ട് ജീവിക്കുന്ന ഒരു അടിപൊളി പയ്യനാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ എന്താ പറ്റിയ, നീ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹാരു അതിന് മറുപടി കൊടുക്കാതെ ജിന്നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു ബോട്ടിൽ കാണിച്ചിട്ട് എനിക്ക് ആ വെള്ളം തരാനായിട്ട് പറയുന്നുണ്ട്. ജിന്ന് അങ്ങനെ അത് കൊണ്ടു കൊടുക്കുമ്പോൾ ഹാരു കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നില്ല. പകരം ജിന്നിൻ്റെ അടുത്ത് എനിക്ക് ആ വെള്ളം നീ ആണെങ്കിൽ വായിലേക്ക് ഒഴിച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ ജിന്നിനാണെങ്കിൽ താല്പര്യമില്ലെങ്കിലും കൊണ്ടുപോയി ആ വെള്ളം കുടിപ്പിക്കുമ്പോൾ അതാണെങ്കിൽ അവൻ്റെ ദേഹത്തൊക്കെ വീഴുന്നുണ്ട്. ആ സമയം ഹാരു നീ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നതിൽ ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ആ വെള്ളം അടച്ചു വെക്കാനായിട്ട് പോവാണ്. എന്നാൽ ഹാരു ആ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ആ ബോട്ടിലുണ്ടായിരുന്ന വെള്ളം അത്രയും അവൻ്റെ തലയെ കൊണ്ട് ഒഴിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നപ്പോൾ ഹാരു ആണെങ്കിൽ നീ വേഗം വീട്ടിലേക്ക് പോകുന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ജിന്ന ആ സമയം നീ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. തിരിച്ച് വീട്ടിൽ ചെന്നിരുന്ന് പഠിക്കുന്ന സമയത്ത് ജിന്നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഹാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ആ ഒരു കാര്യമാണുള്ളത്. അടുത്ത ദിവസം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴായാലും
ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടാണ് ഹാരു വരുന്നത്. അതെല്ലാം തന്നെ ജിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഹാരു വരുമ്പോഴത്തേക്കും സാറ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ എപ്പോഴും ആബ്സെൻ്റ് ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഈ വർഷം ഗ്രാജുവേറ്റ് ആവാൻ പറ്റത്തില്ല, നീ വീണ്ടും ഒരു വർഷം കൂടി ഇരുന്ന് പഠിക്കേണ്ടി വരുമെന്ന്. എന്നാൽ ഹാരുവിനാണെങ്കിൽ അതൊരു മൈൻഡില്ല. നെക്സ്റ്റ് പീരീഡ് PT പീരീഡ് ആയിരുന്നു. അപ്പോൾ ഹാരു അവൻ്റെ ഫ്രണ്ട് അടുത്ത് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും PT ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് ജിന്ന് അവൻ്റെ സ്പോർട്സ് ഷൂ അവൻ എടുക്കാൻ മറന്നു എന്നുള്ള കാര്യം അവൻ ഓർക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അവൻ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. വരുമ്പോഴത്തേക്കും അവിടെ ഹാരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഹാരു, നീ എന്നെ ഈ ഒരു ബാൻഡേജ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഷർട്ട് മാറ്റുവാണ്. ആ സമയം ഫസ്റ്റ് ജിന്നാണെങ്കിൽ ഇല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ ഷർട്ട് മാറ്റുന്ന സമയത്ത് ഹാരുവിൻ്റെ കുറുക്കിലും ഒക്കെയുള്ള ഒരു മുറിവും പാടൊക്കെ കാണുമ്പോഴത്തേക്കും ജിന്നിന് അവനങ്ങ് ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രത്തോളം മുറിവും പാടും അവൻ്റെ കുറുക്കിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് അവൻ്റെ അച്ഛൻ അവനെ അടിച്ചത് തന്നെ ആയിരിക്കും. അങ്ങനെ ജിന്ന് പോയിട്ട് പതുക്കെ ആ ഒരു ബാൻഡേജൊക്കെ അവന് മാറ്റി കൊടുക്കുന്നുണ്ട്. പുതിയ ബാൻഡേജ് അവൻ കൊടുക്കുന്നതിന് ഒട്ടിച്ചു കൊടുക്കുന്നുമുണ്ട്. ആ സമയമൊക്കെ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഹോസ്പിറ്റലിൽ പോകാത്ത, നിൻ്റെ പാരൻസ് എവിടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹാരു ആണെങ്കിൽ അതിന് മുമ്പേ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, പിന്നെ നീ എൻ്റെ കാര്യം അങ്ങനെ ആലോചിക്കാൻ നിൽക്കണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബാൻഡേജ് ഒട്ടിച്ച് കഴിയുന്നതും കഴിഞ്ഞു, ഞാൻ ഇനി പോവുക, പിന്നെ ഒരു കാര്യം കൂടെ സ്കൂളിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇനി സംസാരിക്കരുത് എന്നിങ്ങനെ അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡാവുകയാണ്. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ആക്ച്വലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്. സോ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് എന്താണ് തോന്നിയതെന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ബൈ.